അയ്യ വണക്കം. നമുക്കറിയാം ബംഗ്ലാദേശിൽ ഒരു വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശ് ഭരിക്കുന്നത് ഷേഖ് ഹസീന എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ്. ഷേഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗാണ്. ഈ അവാമി ലീഗിന് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ഷേഖ് ഹസീന എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരി നമ്മുടെ രാജ്യവുമായി വളരെയധികം സ്നേഹബന്ധത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ഭരണാധികാരിയാണ്. ഷേഖ് ഹസീന എപ്പോഴൊക്കെ ഇന്ത്യക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നുവോ അപ്പോഴെല്ലാം തന്നെ ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള പല കലാപങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സർക്കാർ ഒരിക്കലും ബംഗ്ലാദേശിൽ വരരുത് എന്ന ചില തൽപര കക്ഷികളുടെ താല്പര്യമാണ് എന്ന് നമുക്ക് അത് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഷേഖ് ഹസീന അവിടെ കലാപം അടിച്ചമർത്തുകയാണ്. പോരാത്തതിന് ഇപ്പോൾ അവിടെയുള്ള കോടതി ആ കലാപം നിർത്താനായിട്ടുള്ള പല ഉത്തരവുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംവരണ വിരുദ്ധ കലാപമാണ് അവിടെ നടക്കുന്നത്. കോടതി കലാപകാരികൾക്ക് അനുകൂലമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചതോടുകൂടി കലാപം ഏകദേശം കെട്ടടങ്ങിയ മട്ടാണ് എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയുള്ള കലാപത്തിൽ മരണം 150 കഴിഞ്ഞു എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ കലാപത്തെ ഇന്ത്യ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഒരു പ്രോ ഇന്ത്യ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ ഷേഖ് ഹസീന ഭരണത്തിൽ ഇരിക്കേണ്ടത് ഇന്ത്യക്ക് കൂടെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അത്. ഇനി കാര്യത്തിലേക്ക് വരാം. ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിന് പിന്നിൽ ചരട് വലിക്കുന്ന ചില രാജ്യവിരുദ്ധ ശക്തികളുണ്ട്. അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ കലാപം നടക്കുന്നത് തന്നെ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് പല നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കും. അതിന് ആക്കം കൂട്ടുന്ന ഒരു പ്രസ്താവന ഷേഖ് ഹസീന നടത്തിയിട്ടുമുണ്ട്. അതായത് ബംഗ്ലാദേശ് ഒന്ന് കണ്ണടച്ചു തന്നാൽ ഷേഖ് ഹസീനയെ ഞങ്ങൾ ഇനിയും വിജയിപ്പിച്ചു തരാം എന്ന് പല ആൾക്കാരും ഷേഖ് ഹസീനയെ സമീപിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ ഇന്ത്യ അനുകൂല നിലപാട് മാറ്റി ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കണം എന്നു പറയുകയും ഷേഖ് ഹസീനയെ അങ്ങനെ സമീപിച്ച ആൾക്കാർ ഷേഖ് ഹസീനയ്ക്ക് പല ഓഫറുകളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷേഖ് ഹസീനയ്ക്ക് ഓഫറുകൾ വാഗ്ദാനം ചെയ്തപ്പോൾ ഷേഖ് ഹസീന അത് നിരസിക്കുകയും അങ്ങനെ നിരസിച്ചപ്പോൾ ഷേഖ് ഹസീനയ്ക്ക് വലിയ രീതിയിലുള്ള കലാപങ്ങൾ അവിടെ പൊട്ടിപ്പുറപ്പെടുന്നത് കാണാനും സാധിച്ചു. ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യവും ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ്, അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇവാഞ്ചലിസ്റ്റ് ലോബി കീഴടക്കി ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വെട്ടിമുറിച്ച് വേറൊരു രാജ്യമാക്കി അവിടെ ഒരു ഇവാഞ്ചലിസ്റ്റ് രാജ്യം സ്ഥാപിക്കാനുള്ള ലക്ഷ്യവുമായി പല സോറോസുമാരും അമേരിക്കൻ ഏജന്റുമാരും ഇങ്ങനെ ബംഗ്ലാദേശിന് ചുറ്റും വട്ടം തിരിഞ്ഞ് നടപ്പുണ്ട്. കാരണം അതിനവർക്ക് ബംഗ്ലാദേശിന്റെ സഹായവും ആവശ്യമാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. ഈ കലാപത്തെ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ തുരങ്കം വയ്ക്കുന്ന പല നിലപാടുകളും എടുക്കുന്ന നമ്മുടെ രാജ്യത്ത് തന്നെ പ്രതിപക്ഷ നേതാക്കളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. മമതാ ബാനർജി ബംഗ്ലാദേശിലെ ഈ കലാപം നമ്മുടെ രാജ്യവും കേന്ദ്രവും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്ന, അതായത് അഭയാർത്ഥികളായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർക്ക് ഞാൻ അഭയം കൊടുക്കും എന്നാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കവേ ബംഗ്ലാദേശിലുള്ള അഭയാർത്ഥികൾക്ക് ഇങ്ങോട്ടേക്ക് വലിയ രീതിയിലുള്ള കുടിയേറ്റം സാധ്യമാക്കി അവരെ വെസ്റ്റ് ബംഗാളിലേക്ക് കയറ്റി നമ്മുടെ രാജ്യത്ത് അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനാണ് മമതാ ബാനർജിയുടെ ശ്രമം എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഇതിന് മമതാ ബാനർജി പറയുന്ന ന്യായം എന്ന് പറയുന്നത് അസമിൽ വംശീയ ഹത്യ നേരിട്ടിരുന്ന പല ആൾക്കാർക്കും വെസ്റ്റ് ബംഗാൾ ഇവിടെ അഭയം കൊടുത്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ അസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് നിന്നും വെസ്റ്റ് ബംഗാളിലേക്ക് അഭയം കൊടുക്കുന്നത് പോലെ അല്ല ബംഗ്ലാദേശ് എന്ന് പറയുന്ന വേറൊരു രാജ്യത്ത് നിന്നും നമ്മുടെ രാജ്യത്തേക്ക് പല ആൾക്കാരെയും കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ ബംഗ്ലാദേശികൾ നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലായി അങ്ങിങ്ങ് വസിക്കുന്നുണ്ട്. അവരെ പിടിച്ചു പുറത്താക്കാനാണ്, നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്ന പല ഭേദഗതികളും നമ്മുടെ രാജ്യത്ത് കേന്ദ്രം നടപ്പാക്കിയിട്ടുള്ളത്. ആ ഭേദഗതി അനുസരിച്ച് പല ആൾക്കാരെയും ഇവിടെ പൗരത്വമില്ലാതെ ഇല്ലീഗലായിട്ട്, അതായത് അനധികൃതമായിട്ട് കുടിയേറി താമസിക്കുന്ന ബംഗ്ലാദേശികളെയും പാകിസ്ഥാനികളെയും രോഹിംഗ്യൻസിനെയും കണ്ടെത്തി പുറത്താക്കാനുള്ള ഈ ഒരു നടപടി കേന്ദ്രം വലിയ രീതിയിൽ ബലപ്പെടുത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഇന്ത്യക്ക് തന്നെ, അതായത് നമ്മുടെ രാജ്യത്തിനെ തന്നെ അപകടത്തിലാക്കുന്ന വലിയ രീതിയിലുള്ള പ്രസ്താവനകളുമായി മമതാ ബാനർജി രംഗത്തെത്തുന്നത്. ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കാൻ മമതാ ബാനർജിക്ക് അധികാരമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. മമതാ ബാനർജിക്ക് ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കാൻ
യാതൊരുവിധ അവകാശവുമില്ല എന്നിരിക്കെ ആരുടെ ബലത്തിലാണ് മമതാ ബാനർജി ഈ പ്രസ്താവന ഇറക്കിയത് എന്നാണ് ഇനി അന്വേഷിക്കേണ്ടത്. കാരണം വെറുതെ മമതാ ബാനർജി അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിൽ എങ്ങനെയാണ് ഭരണം നിരന്തരം പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. വെസ്റ്റ് ബംഗാളിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള പല കുടിയേറ്റക്കാരെയും പിടിച്ചു കയറ്റി അവർക്ക് പൗരത്വം കൊടുത്ത് റേഷൻ കാർഡും കൊടുത്ത് അവർക്ക് വോട്ടവകാശവും കൊടുത്ത് അവരുടെ വോട്ട് നേടിയാണ് മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിൽ ഭരണം പിടിച്ചു പോരുന്നത് എന്ന് കൃത്യമായിട്ട്, അതായത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ബംഗ്ലാദേശികളെ ഇങ്ങോട്ടേക്ക് കുടിയേറ്റം നടത്തിയാൽ, അല്ലെങ്കിൽ ബംഗ്ലാദേശി ജനങ്ങളുടെ കുടിയേറ്റം ഇങ്ങോട്ടേക്ക് ഉണ്ടായാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുസ്ഥിരമായിട്ടുള്ള നില അത് പരിങ്ങല്ലാവും എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി 1971 ബംഗ്ലാദേശിൽ നടന്ന വിമോചന സമരം, ആ വിമോചന സമരത്തിന് ചുക്കാൻ പിടിച്ച മുക്തി ബാഹിനി എന്ന് പറയുന്ന അവിടുത്തെ സംഘടന, ആ മുക്തി ബാഹിനിയുടെ തലപ്പത്തിരുന്നത് ആരാണ്? ആ മുക്തി ബാഹിനിയുടെ തലപ്പത്തിരുന്നത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ്. ഈ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അതിൻ്റെ തലപ്പത്തിരുന്ന് മുക്തി ബാഹിനിയിലൂടെ പാകിസ്ഥാനുമായിട്ട് പോരടിച്ച് ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കി. അങ്ങനെ ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കിയപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശിന് ഫേവർ ചെയ്തിരുന്നു. പക്ഷേ അവിടെയുള്ള മുഴുവൻ ആൾക്കാരും മുക്തി ബാഹിനിയെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അവിടെയുള്ള പല ആൾക്കാരും പാകിസ്ഥാന് സപ്പോർട്ടായി നിന്നിരുന്നു ആ സമയത്ത് എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ 1971 ബംഗ്ലാദേശ് രൂപം കൊണ്ടപ്പോൾ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഒരു പ്രസ്താവന ഇറക്കി. ബംഗ്ലാദേശ് തീരെ ദരിദ്രമായിട്ടുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് ദരിദ്രമായിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ജോലികളിൽ 30% സംവരണം ഈ മുക്തി ബാഹിനിയിൽ പങ്കെടുത്ത്, അതായത് അവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കാൻ കൂടെ നിന്ന സകല ആൾക്കാർക്കും നൽകും എന്നുള്ളതായിരുന്നു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ആ പ്രസ്താവന എന്ന് പറയുന്നത്. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ജീവനോടെ ഇരിക്കുന്ന കാലം വരെ ആ പ്രസ്താവനയുടെ പ്രാധാന്യത്തോടു കൂടി അദ്ദേഹം അത് നിറവേറ്റി. പക്ഷേ 1975 ആയപ്പോഴേക്കും ഷെയ്ഖ് മുജീബുർ റഹ്മാനും കുടുംബവും കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഒരു പട്ടാള അട്ടിമറി ബംഗ്ലാദേശിൽ ഉണ്ടായി. 1975 മുതൽ 1996 വരെ പട്ടാള അട്ടിമറിയായിരുന്നു ആ രാജ്യത്തുണ്ടായിരുന്നത്. പക്ഷേ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കൊല്ലപ്പെട്ടപ്പോൾ, ഷെയ്ഖ് മുജീബുർ റഹ്മാനും കുടുംബവും കൊല്ലപ്പെട്ടപ്പോൾ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ 2 മക്കൾ ബംഗ്ലാദേശിൽ ഇല്ലായിരുന്നു. അവർ യൂറോപ്പിൽ വിസിറ്റിന് പോയിരിക്കുകയായിരുന്നു. അങ്ങനെ യൂറോപ്പിൽ വിസിറ്റിന് പോയി രക്ഷപ്പെട്ട ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മക്കളിൽ ഒരാളാണ് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത്. ആ ഷെയ്ഖ് ഹസീനയാണ് അവാമി ലീഗിന്റെ തലപ്പത്തിൽ ഇരിക്കുന്നതും. ആ ഷെയ്ഖ് ഹസീനയാണ് പിന്നീട് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി അവരോധിതയായതും. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയെ ഷെയ്ഖ് ഹസീന അവരോധിതയായപ്പോഴെല്ലാം ഈ സംവരണം കൃത്യമായി പാലിച്ചു പോന്നു. പോരാത്തതിന് അവിടെ പ്രതിപക്ഷ പാർട്ടികൾ പിന്നെ അധികാരത്തിലേറി. അങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾ ജനാധിപത്യം വന്നപ്പോൾ അധികാരത്തിലേറിയപ്പോൾ ഈ സംവരണം, അതായത് ഈ സംവരണത്തിന്റെ ഈ നിലപാട്, ഈ സംവരണം ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അനുവദിച്ചിരുന്ന ഈ സംവരണം അവരും പാലിക്കാൻ തയ്യാറായില്ല. പിന്നീട് 2009 ഷെയ്ഖ് ഹസീന തിരിച്ചെത്തുകയും ഈ സംവരണം എടുത്തു കളയാതിരിക്കാനും ഈ സംവരണം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള റെക്കഗ്നിഷൻ ആണെന്ന് പറഞ്ഞ് ഷെയ്ഖ് ഹസീന അത് പുനഃസ്ഥാപിക്കുകയും ശക്തമായി അത് അവലംബിച്ചു പോവുകയും ചെയ്തു. അപ്പോഴേക്കും വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് മക്കളായി, മക്കളുടെ മക്കളായി അവർക്ക് ഈ സംവരണം എന്തിനു കൊടുക്കണം എന്നുള്ളതാണ്. പോരാത്തതിന് ഈ മുക്തി ബാഹിനി എന്ന് പറയുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ഈ സംഘടന, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നിന്ന ഈ സംഘടനയുടെ പാർട്ടിയാണ് അവാമി ലീഗ് എന്ന് പറയുന്നത്. ആ പാർട്ടിയുടെ പ്രവർത്തകർ, സ്വാഭാവികമായിട്ടും നമുക്കറിയാം സ്വാതന്ത്ര്യ സമരം മുക്തി ബാഹിനിയിലൂടെയാണ് നടന്നത്. ആ മുക്തി ബാഹിനി പിന്നീട് അവാമി ലീഗായി, അതായത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ പിന്നീട് അവാമി ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി തുടങ്ങി. ആ അവാമി ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് പിന്നീട് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നറിയപ്പെട്ടിരുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് ഈ സംവരണം എന്ന രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടു. അതായത് പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി മാത്രമാണ് ഈ സംവരണം എന്ന രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടുകയും 2018 വലിയ രീതിയിലൊരു പ്രക്ഷോഭം ഇതിൽ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. 2018 ഈ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഷെയ്ഖ് ഹസീന അതിനെ നല്ല രീതിയിൽ നേരിട്ടു. നല്ല രീതിയിൽ നേരിട്ടു എന്ന് പറഞ്ഞാൽ ആ സംവരണത്തിൽ ചില ഭേദഗതികൾ വരുത്തി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ 2024 ആയപ്പോഴേക്കും അവിടെയുള്ള ഹൈക്കോടതി, അതായത് ബംഗ്ലാദേശിന്റെ ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സുപ്രീം കോടതി പോലെയാണ് ബംഗ്ലാദേശിന്റെ ഹൈക്കോടതി. ബംഗ്ലാദേശിന്റെ ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു, ഇങ്ങനെ സാധിക്കില്ല, സംവരണം പൂർണ്ണമായിട്ടും കൊണ്ടുവരണമെന്ന്. അങ്ങനെ സംവരണം പൂർണ്ണമായിട്ടും കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അവിടെ ഉണ്ടായത്. അത്തരത്തിൽ പ്രക്ഷോഭം ഉണ്ടായപ്പോഴാണ് ഷെയ്ഖ് ഹസീന അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചത്. 150 പേർ മരണപ്പെട്ടത്. പിന്നീട് കോടതി ഇടപെട്ട് കോടതിയുടെ ആ നിലപാട് തിരുത്തിയത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത്. ഈ സ്റ്റോറി അവിടെ നിൽക്കുമ്പോഴും
ഇതിന് വേറൊരു ആംഗിൾ ഉണ്ട് എന്ന് പറയുന്നത്, എപ്പോഴൊക്കെ ഷെയ്ഖ് ഹസീന നമ്മുടെ രാജ്യത്തിന്, അതായത് പ്രോ ഇന്ത്യ നിലപാടെടുക്കുന്നുവോ അപ്പോഴൊക്കെ ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടും എന്നുള്ളതാണ്. സംവരണത്തിന് വേണ്ടിയുള്ള കലാപമാണ് ബംഗ്ലാദേശിന്റെ പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത്. ഇനിയും ഷെയ്ഖ് ഹസീന ഒരു പ്രോ ഇന്ത്യ നിലപാടെടുത്തു കഴിഞ്ഞാൽ ഈ കലാപം വീണ്ടും അവിടെ പൊട്ടിപ്പുറപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ചൈനയ്ക്കും അമേരിക്കയ്ക്കും അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. അതിന് അവർക്ക് ഇന്ത്യയെ വിഭജിക്കണം. പ്രധാനമായും നോർത്ത് ഈസ്റ്റ് ആണ് അവർ ലക്ഷ്യം വച്ചിരിക്കുന്നത്. തീരദേശങ്ങൾ എല്ലാം കേന്ദ്രീകരിച്ച് ഒരു ഇവാഞ്ചലിസ്റ്റ് ലോബിയെ പ്രവർത്തിപ്പിച്ച് ആ ഇവാഞ്ചലിസ്റ്റ് ലോബി വഴി ഇവിടെ വലിയ രീതിയിൽ മതപരിവർത്തനം നടത്തി നോർത്ത് ഈസ്റ്റിനെ പിരിച്ചെടുക്കുക, ബംഗ്ലാദേശിനെ എതിരാക്കുക. അങ്ങനെ ബംഗ്ലാദേശ് കൂടെ എതിരായി കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് ഒരു വാർ ഫ്രണ്ട്, ചൈനയിലേക്ക് ഒരു വാർ ഫ്രണ്ട്, പിന്നെ ബംഗ്ലാദേശിലേക്കും ഒരു വാർ ഫ്രണ്ട്. അതായത് ഒറ്റയടിക്ക് 3 രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്ക് വാർ ഫ്രണ്ട് തുറക്കേണ്ടതായിട്ട് വരും. അതായത് ഒരേ സമയം 3 വാർ ഫ്രണ്ട് ഇന്ത്യക്ക് തുറക്കേണ്ടി വരും. അത് നമ്മുടെ രാജ്യത്തിന് വലിയ പാടായിരിക്കും എന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. പക്ഷേ ബംഗ്ലാദേശ് ഇതുവരെ അതിന് കൈ കൊടുത്തിട്ടില്ല എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. ആ സാഹചര്യത്തിലാണ് മമതാ ബാനർജിയെ പോലെയുള്ള ആൾക്കാർ ഇവിടെ ഞാൻ റെഡിയാണ് ബംഗ്ലാദേശികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് രാജ്യത്തിന് പിന്നിൽ നിന്നും കുത്തുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ബംഗാളിൽ യാതൊരുവിധ ശ്രദ്ധയും പുലർത്തുന്നില്ല എന്നാണ് അവിടെയുള്ള BJP അണികളും BJP സ്റ്റേറ്റ് പ്രസിഡന്റും പോലും പറയുന്നത്. BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള സുഖേന്ദ്ര മജുംദാറും അവിടെയുള്ള BJP നേതാവായിട്ടുള്ള സുവേന്ദു അധികാരിയും തമ്മിൽ വലിയൊരു കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. അതായത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു മുദ്രാവാക്യം ഇനി വേണ്ട എന്നുള്ളതാണ്. കാരണം ബംഗാളിൽ ആൾക്കാർ മരിച്ചു വീഴുമ്പോൾ, ഹിന്ദുക്കൾ മരണമടയുമ്പോൾ, അല്ലെങ്കിൽ ബംഗാളിൽ അവിടെയുള്ള BJP അണികൾ വലിയ രീതിയിൽ മരിച്ചു വീഴുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ആരോപണം ശക്തമാണ്. ആ ആരോപണത്തിന്മേലാണ് ഇത്തവണ ബംഗാളിൽ വലിയ രീതിയിൽ BJPക്ക് സീറ്റ് കുറഞ്ഞതും എന്നും നമ്മൾ എടുത്ത് കാണേണ്ട ഒരു വസ്തുതയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് മമതാ ബാനർജി ഇത്തരത്തിലൊരു നീക്കം കൂടെ നടത്തുന്നത്. അപ്പോഴും പ്രധാനമന്ത്രി അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് എന്ന ആരോപണവും BJPയുടെ ഇടയിൽ നിന്നും അവിടെ വന്നു കഴിഞ്ഞു എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇനി ഇതിനെ കേന്ദ്രം എങ്ങനെ നേരിടും എന്ന് മാത്രമാണ് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.